റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബാങ്ക് സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്രമേൽ പ്രതീക്ഷിച്ച അത്ര, അല്ലെങ്കിൽ നമ്മൾ അത്ര അക്സെപ്റ്റ് ചെയ്ത അത്ര ഒരു പെർഫോമൻസ് ബജറ്റിന് കണ്ടിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എങ്കിലും ബജറ്റ് ഒരു കസേര ബജറ്റായി, അല്ലെങ്കിൽ കസേര ഉറപ്പിക്കാൻ വേണ്ടി ബജറ്റ് നിലനിർത്തി ആളുകൾക്ക് വേണ്ടി വാരിക്കോരി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ വിമർശനമോ അല്ലെങ്കിൽ അതിൻ്റെ നല്ല വശമോ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ബാങ്ക് നിഫ്റ്റിയെ അപേക്ഷിച്ച് ഈ ബജറ്റ് എന്ന് പറയുന്നത് കുറേ കൂടി ബെറ്റർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് ബെറ്റർ എന്ന് ചോദിച്ചാൽ, നല്ല ഒരു ഡിസ്കൗണ്ട് പ്രൈസിന് സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ, ബാങ്ക് നിഫ്റ്റിയുടെ ആ സ്റ്റോക്കുകൾ നമുക്ക് വാങ്ങിക്കാനുള്ളൊരു ഓപ്ഷൻ ഇതിലൂടെ കൈവന്നു എന്നതുകൊണ്ട് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് അതിനെ പ്ലസ് ആയിട്ട് കാണാൻ പറ്റും എന്നതാണ് ഞാനിവിടെ കാണാൻ ആഗ്രഹിക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റോക്ക് എടുത്ത് നമ്മൾ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നല്ല ഒരു ചാൻസ്, അല്ലെങ്കിൽ നല്ലൊരു ഹൈയിലേക്ക് പറക്കാൻ വേണ്ടി തയ്യാറായി ഇരിക്കുന്ന ഒരു സ്റ്റോക്കായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് ഒരു 4-5 കൊല്ലത്തിന് ശേഷം നല്ല ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എങ്കിലും ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. നിങ്ങളുടേതായ അനലൈസുകളൊക്കെ നടത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റോ അക്യുമുലേറ്റഡോ അല്ലെങ്കിൽ സെല്ലോ നടത്തുക. ഓക്കെ, നമ്മൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 120 രൂപ 34 പൈസയാണ് ഇന്നത്തെ ഒരു പ്രൈസ്. ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് കാണിക്കുന്നത്. 1 രൂപ 5 പൈസ ഹൈയിൽ വന്നിട്ടാണ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ പെർഫോമൻസിൻ്റെ കാര്യം പരിഗണിക്കുകയാണെങ്കിലും ടുഡേ ലോ വന്നിട്ടുള്ളത് 119 രൂപ 39 പൈസയാണ്. ടുഡേ ഹൈ പോയിട്ടുള്ളത് 122 രൂപ 46 പൈസ എന്ന് പറയുമ്പോൾ ഒരു 3 രൂപ ഡിഫറൻസാണ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചത്. 1 രൂപ ഡിഫറൻസിൽ ക്വാണ്ടിറ്റി അധികം വാങ്ങിച്ചു വെക്കുന്ന ആൾക്ക് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം കമ്പനിയിൽ ഇന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. 81.80 രൂപയാണ് 81 രൂപ 80 പൈസയാണ് 52 വീക്കിൽ ലോ പോയിട്ടുള്ളത്. 52 വീക്കിൽ ഹൈ പോയിട്ടുള്ളത് നിങ്ങൾ കാണുന്നത് പോലെ 157 രൂപ 95 പൈസയാണ്. ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ രൂപത്തിലൊരു വിഷമം തോന്നിയേക്കാം. എങ്കിലും നമ്മൾക്ക് ഇപ്പോഴുള്ള അവസരത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഇതുപോലെ 81 രൂപ 80 പൈസ ഉള്ള സമയത്തും നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴോട്ടേക്ക്. അവിടെ ആരും പരിഗണിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇത് താഴേക്കന്നെ ഒരു മൈനസ് ചിന്താഗതി, നെഗറ്റീവ് ചിന്താഗതി എപ്പോൾ നമ്മളെ മൈൻഡിൽ നിന്ന് മാറുന്നു, അതോടൊപ്പം തന്നെ പക്വമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള മെച്യൂരിറ്റി നമുക്കുണ്ടാകുന്നു, അന്ന് മുതൽ മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റും. 52 വീക്കിൽ ഹൈയും നോക്കുമ്പോൾ 81 രൂപ 70 പൈസയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 157 രൂപ 95 പൈസ വരെ ഇത് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഡിഫറൻസായിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ 157 മൈനസ് 95 പൈസ, എന്നിട്ട് അതിൻ്റെ ഒന്ന് മൈനസ് ചെയ്താൽ എത്ര രൂപയുടെ ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് കാണിക്കാൻ പറ്റും. അത് വലിയൊരു ഡിഫറൻസ് തന്നെയാണെന്നുള്ളത് അറിയുമ്പോഴാണ് നമുക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നത്. ഏകദേശം എല്ലാം ഷാർപ്പായിട്ട് 76 രൂപ 15 പൈസയുടെ ഡിഫറൻസാണ് അവിടെ വരുന്നത്. ഈ ഒരു പൈസ നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. 81 രൂപയ്ക്ക് പോട്ടെ 100 രൂപയൊക്കെ കിട്ടിയാൽ പോലും വാങ്ങാത്തൊരു സാഹചര്യമായിരുന്നു നമ്മുടേത്. അപ്പം ഈ ഒരു സെറ്റപ്പ് ഇന്നും പല സ്റ്റോക്കുകളും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനാണ് ലോവും ഹൈയും പറയുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല, നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ കമ്പനിയുടെ ഫണ്ടമെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 55,497 കോടി രൂപയാണ്. PE റേഷ്യോ TTM ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 8.45, അതേപോലെ തന്നെ PB റേഷ്യോ 0.87, ഇൻഡസ്ട്രി PE റേഷ്യോ 14.50. ഈ ഡെപ്റ്റ് ടു ഇക്വിറ്റി NA ആണ്, അഥവാ നോട്ട് അപ്ലിക്കബിൾ അല്ലെങ്കിൽ നോട്ട് അവൈലബിൾ. ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 10.30%. ഈ ഒരു ഫിഗറിൽ ഈ ഒരു പൈസ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഇത്ര പെർസെൻറ്റേജ് കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ തിരക്കേടില്ല എന്ന് നമുക്ക് കൂട്ടാൻ പറ്റും. EPS TTM ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ 14.42, ഡിവിഡൻഡ് ഈൽഡ് 2.30%, ബുക്ക് വാല്യൂ 139 രൂപ 139.93, ഫേസ് വാല്യൂ 10 രൂപയുമാണ് ഉള്ളത്. ഇതാണ് ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റൽ സൈഡ്. ഇനി ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് ക്വാർട്ടർലിയും അതുപോലെ തന്നെ ഇയർലിയും റവന്യൂ ഉണ്ടോ, പ്രോഫിറ്റ് ഉണ്ടോ, നെറ്റ്വർത്ത് ഉണ്ടോ എന്നുള്ള നോക്കേണ്ടത്.
ഒരു കമ്പനിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കെട്ടുറപ്പ് ഈ ഒരു ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം കമ്പനി നഷ്ടത്തിലാകുകയും വീണ്ടും നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണെങ്കിൽ മാനേജ്മെൻറ്റ് അത്ര കൊള്ളില്ല എന്നും അവരുടെ ബിസിനസ് ഐഡിയോളജി അത്ര പോരാന്നും മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ പറ്റ കടത്തിലായി, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സോഴ്സ് അവർക്ക് മുമ്പിലില്ല, അവർക്ക് അതിൻ്റേതായ എലിജിബിലിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് റവന്യൂയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ചാർട്ടിൽ 16,716 കോടി രൂപയാണ് മാർച്ച് ക്വാർട്ടറിൽ 2023 മാർച്ച് ക്വാർട്ടറിൽ ഉണ്ടായിരുന്നത്. 2023 ജൂൺ ക്വാർട്ടറിൽ 15,926 കോടി രൂപയാണ് കമ്പനിക്ക് റവന്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെപ്റ്റംബർ ക്വാർട്ടറിൽ 16,779 രൂപ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഡിസംബർ ക്വാർട്ടറിലേക്ക് വരുമ്പോൾ അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എടുത്തു പറയേണ്ട ഒരു കുറച്ചിലായിട്ട് നമുക്കതിനെ പരിഗണിക്കേണ്ടതില്ല. 16,521 കോടി രൂപയാണ് കമ്പനിയുടെ ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം കമ്പനിയുടെ റവന്യൂ. 2024 മാർച്ച് മാസത്തിൽ 18,080 കോടി രൂപയായി കമ്പനിയുടെ റവന്യൂ ഉയർത്തിപ്പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊരു ത്രൈമാസ കണക്കാണ്, ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടുള്ള കണക്കാണ്. എങ്കിൽ ഇതേ കാര്യം തന്നെ ഇയർലി നോക്കുകയാണെങ്കിൽ, വർഷാവർഷ കണക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന ചാർട്ട് അത്യാവശ്യം തിരക്കേടില്ല, സസ്റ്റെയിനായിട്ട് എടുത്ത് മുന്നോട്ട് പോയ ഒരു കമ്പനിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. 2020-24 5 വർഷത്തെ കണക്കുകൾ റവന്യൂ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യ വർഷം അഥവാ 2020 49,400 കോടി രൂപയാണെങ്കിൽ 2021 എത്തുമ്പം ചെറിയ രൂപത്തിൽ താഴോട്ടേക്ക് വന്നിട്ടുണ്ട്, 47,750 കോടി രൂപയെ ചുരുങ്ങിയിട്ടുണ്ട്. 2022 46,291 കോടി രൂപയിലേക്ക് അല്പം ഒന്ന് താഴോട്ട് പോയിട്ടുണ്ടെങ്കിലും ആ 3 വർഷത്തെ അപേക്ഷിച്ച് 2023 വർഷത്തിൽ 55,143 കോടി രൂപ റവന്യൂ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു ബിഗായിട്ടുള്ള ഒരു സ്ഥാനം തന്നെയാണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. അതിൽ നിന്നെല്ലാം വിട്ടിട്ടാണ് 10,000 കോടിയുടെ വ്യത്യാസത്തിലാണ് 10,000 കോടിയോളം വരുന്ന വ്യത്യാസത്തിലാണ് 2024 വർഷം അവസാനിക്കുമ്പം 67,306 കോടി രൂപയുടെ റവന്യൂ കമ്പനിക്ക് ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഇത് നല്ലൊരു കമ്പനിയുടെ ലക്ഷണമാണെന്നുള്ളത് റവന്യൂയുടെ കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റും. പ്രോഫിറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ വർഷം ക്വാർട്ടർലി നോക്കാം. ആദ്യം 2023 മാർച്ച് ക്വാർട്ടറിൽ 1,388 കോടി രൂപയാണ് കമ്പനിക്ക് പ്രോഫിറ്റായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ജൂൺ ക്വാർട്ടറിലേക്ക് വരുമ്പം 2023 ജൂൺ ക്വാർട്ടറിലേക്ക് വരുമ്പം 1,501 കോടി രൂപയാണ് 1,501 കോടി രൂപയായിട്ട് ഉയർത്താൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. സെപ്റ്റംബർ ക്വാർട്ടറിലേക്ക് വരുമ്പം 1,489 കോടിയായി അല്പം പേരിന് മാത്രം നാമമാത്രമായി ഒരു പ്രോഫിറ്റിൻ്റെ വിഷയത്തിൽ ചുരുങ്ങിയിട്ടുണ്ട്. അത് വിഷയമാക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. 2023 ഡിസംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം 1,895 കോടി രൂപയായി ഉയർത്തിക്കൊണ്ടുവരാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് നിലനിർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടില്ല. വീണ്ടും ഒരു 14ൻ്റെ കണക്കാണ് വന്നത്. 2023 സെപ്റ്റംബറിൻ്റെ കണക്കിലേക്കാണ് വീണ്ടും ചാടിയത്. 2024 മാർച്ച് മാസത്തെ കണക്ക് നോക്കുമ്പം 1,499 കോടി രൂപയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ ഇയർലി നോക്കുകയാണെങ്കിൽ 2020-24 വരെയുള്ള കണക്ക് 5 കൊല്ലത്തെ കണക്കെടുക്കുമ്പം പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ 2020 കൊറോണ കാലഘട്ടമായിരുന്നു, 3,051 കോടി രൂപ മൈനസാണ്. പക്ഷേ 2021 ആയേക്കുമ്പം 2,081 കോടി രൂപ പ്രോഫിറ്റ് അവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കമ്പനിക്ക്. 2022 വരുമ്പം പ്രോഫിറ്റ് മാന്യമായിട്ടുള്ള അല്ലെ മോശമല്ലാത്തൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു. നല്ല സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, സാക്രിഫൈസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിങ്ങനെ കയറി വരുന്നതെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. 3,487 കോടി രൂപയാണ് കമ്പനി ഇപ്പോൾ അവൈലബിളായി കൊടുത്തിട്ടുള്ള ആ ഒരു കണക്കിൽ നമ്മൾ കാണുന്നത്. 2023 3,839 കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. 2024 അന്ന് വരെ ഇല്ലാത്ത 4 കൊല്ലത്തെ അപേക്ഷിച്ച് ടോപ്പായിട്ടുള്ള ഒരു ബിഗ് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 6,567 കോടി രൂപയാണ്. അത് നല്ല ഒരു ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിക്കുള്ള കമ്പനിയുടെ പെർഫോമൻസ് ഇതിൽ നിന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റും. നെക്സ്റ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യമാണ്. നെറ്റ്വർത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 2020 45,225 കോടി രൂപയാണ്. 2021 50,140 കോടി രൂപയായി ഉയർത്തിക്കൊണ്ടുവരാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട്. 2022 വരുമ്പോൾ മോശമില്ലാത്ത രൂപത്തിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്.
56,651 കോടി രൂപയായിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ലാത്ത രൂപത്തിലാണ് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ കമ്പനിയുടെ സ്കെയിൽ കാണുന്നത്. 2023 60,589 കോടി രൂപയാണ്. 2024 70,742. ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ നമുക്ക് അതുവരെയുള്ള കണക്കുകൾ അപേക്ഷിച്ച് ടോപ്പ് ആൻഡായിട്ട് ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കമ്പനിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. നെക്സ്റ്റ്, ഈ ഒരു സ്റ്റോക്ക് ആരൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മുടെ ഒരു കമ്പനിയുടെ ആളുകൾ തന്നെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് സൈഡ് തന്നെയാണെന്നുള്ളത് പറയാം. പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ അഥവാ കമ്പനി ഓണേഴ്സിൻ്റെ കയ്യിൽ 73.38% നല്ല രീതിക്കുള്ള ഒരു നല്ല രീതിക്കുള്ള ഒരു ഫിഗർ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലും അത്യാവശ്യം ഉണ്ട്, 10.53 റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ തുച്ഛമായതാണുള്ളത്, 7.55% മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ എന്താണുള്ളത് എന്നൊന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകാർ 4.93% സൂക്ഷിക്കുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനും അതോ വിദേശ നിക്ഷേപ കമ്പനികൾ സൂക്ഷിക്കുന്നതാണ് 3.67. ഇത് നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് തന്നെയാണെന്നുള്ളത് കാണിക്കാൻ പറ്റും. കാരണം ഇത് നമ്മുടെ കമ്പനികളുടെ ആരൊക്കെ വിശ്വാസം അർപ്പിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേണാണ്, ഒരു സെനാരിയാണ്. ഇത് നമുക്ക് അറിയുന്നത് കൊണ്ട് ഒരു ആശ്വാസമാണ്. നമ്മൾ ആരൊക്കെ അല്ലെങ്കിൽ ആരോടൊക്കെ നമ്മളും പെടാൻ പോകുന്നു എന്നുകൂടി ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു ചാർട്ട്. ഏതായിരുന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. താല്പര്യമുണ്ടെങ്കിൽ തുടരുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി അനലൈസ് ചെയ്യുമ്പോൾ, നമുക്ക് വേണ്ടി കാര്യങ്ങൾ പഠിക്കുമ്പോൾ അക്കൂട്ടത്തിൽ വീഡിയോ രൂപത്തിൽ ചെയ്യുന്നതാണ്. ഓക്കെ, താല്പര്യമുള്ളവർ തുടരുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.